ഹലോ, ലെറ്റൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ബീട്രൂട്ട് വെച്ചിട്ടൊരു ഉപ്പേരി ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ബീട്രൂട്ടിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ബീട്രൂട്ട് കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടല്ല ഉപ്പേരി വയ്ക്കുന്നത്, ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഉപ്പേരിയാണ്. ചിലവർക്ക് ബീട്രൂട്ട് കടിക്കാനൊന്നും ചില കുട്ടികളൊന്നും കഴിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ അത് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നമുക്ക് ബീട്രൂട്ടൊക്കെ ഒന്ന് ഇതുപോലെ തോല് കളഞ്ഞെടുക്കാം കേട്ടോ. ഞാൻ എല്ലാം തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിൽ ചെയ്യുമ്പോൾ എപ്പോഴും നന്നായി ശ്രദ്ധിച്ച് ചെയ്യണം. കൈ പെട്ടെന്ന് മുറിയാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. എനിക്ക് എപ്പോഴും കൈ മുറിയാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബീട്രൂട്ട് മുഴുവനൊന്ന് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, അപ്പം ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് ഓമക്കായി ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കായിട്ട് ഒരു സവോളയും 2 വെളുത്തുള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പോൾ സവോളയും വെളുത്തുള്ളിയൊക്കെ കണ്ടിട്ട് എന്താ കുറച്ചെന്നൊന്നും ആരും വിചാരിക്കേണ്ട കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വെച്ച് നോക്കിയാലോ. ഞാൻ അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അതിനുശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. സവോളയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് എരിവൊന്നും ആവശ്യമില്ലാത്ത കറിയാണിത്. നമുക്കതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് തയ്യാറാവുന്ന ഒരു ഉപ്പേരിയാണ് കേട്ടോ. കഷ്ണം വെന്ത് കിട്ടേണ്ട സമയമൊന്നുമില്ല. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും ഇങ്ങനെ സ്ലൈസ് ചെയ്തതുകൊണ്ട്. ഇനി നമുക്കിത് മുഴുവൻ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അടച്ച് വെച്ചിട്ട് ആ ആവിയിലൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. പെട്ടെന്ന് വേവിട്ടത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. കണ്ടോ, നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഓമക്കായി ഇതുപോലെ ചെയ്യാം കേട്ടോ. ഇതുപോലെ ഉപ്പേരി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകിയത് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ഉപ്പേരിയിൽ തേങ്ങയൊക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ തേങ്ങ ഇടുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ പണി. ഉപ്പേരി പെട്ടെന്നാവുന്നൊരു ഉപ്പേരിയാണിത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കണ്ടോ, നമ്മുടെ ഉപ്പേരിയൊക്കെ ഇവിടെ നന്നായി വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റുന്ന നല്ലൊരു ഉപ്പേരിയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. എല്ലാവർക്കും താങ്ക്